രാഹുൽ മാങ്കൂട്ടത്തിലെ തല്ലിയും തലോടിയും തൃശങ്കുവിൽ നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്ത് തീരുമാനമെടുക്കണമെന്ന ആശങ്കയിൽ ഇരുട്ടിൽ തപ്പുമ്പോൾ ചിലർ ഈ ലൈംഗിക വൈകൃതത്തെ തന്നെ തള്ളിക്കളയാൻ മുന്നോട്ട് വരുന്നുണ്ട്. സസ്പെൻഷൻ എന്ന പേരിനൊരു നടപടിയുടെ ബലത്തിൽ അധികകാലം കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിനകം തന്നെ മാങ്കൂട്ടം ഒരു പൊതു ബാധ്യതയാണെന്ന വിശ്വാസം പലരിലും രൂപപ്പെട്ടു വന്നു. കോൺഗ്രസുകാരിൽ തന്നെ ആരെങ്കിലും രാഹുലിനെ തള്ളിപ്പറഞ്ഞാൽ അവർക്കെതിരെയും സൈബർ ആക്രമണം അഴിച്ചുവിടുന്ന പ്രവണത കോൺഗ്രസ് ഡിജിറ്റൽ സെല്ലും രാഹുൽ പ്രേമികളും വ്യാപകമായി നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണാർത്ഥത്തിൽ പരാതമായി കണ്ട് തള്ളിപ്പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വൈകൃത കൂട്ടത്തിന്റെ ഫാൻ സ്പോൺസേഡ് സൈബർ ആക്രമണത്തിനിരയായത്. പക്ഷേ ഉണ്ണിത്താന്റെ തിരിച്ചടി മാങ്കൂട്ടം ഫാൻസിന്റെ വായ പൂട്ടിക്കുന്നതായിരുന്നു. മാങ്കൂട്ടത്തിനു വേണ്ടി ചിലർ കോൺഗ്രസിനെ തന്നെ തകർക്കുന്നു എന്ന ശക്തമായ നിലപാടിലേക്ക് ഉണ്ണിത്താനെത്തി. ബിജെപിക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തുന്നുണ്ടോ? അപ്പോ കോൺഗ്രസിനകത്ത് വ്യക്തിത്വമുള്ള ആളുകളെ ഇത്തരം സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ വായടപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഇവന്റെ സകല ചരിത്രവും എനിക്കറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയാൽ പരസ്യമായി ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും. ആ പറയുന്നത് അവന്റെ അംഗം. അതുകൊണ്ട് അനാവശ്യമായി എന്നെ പ്രകോപിപ്പിക്കാൻ വരണ്ട. ഇന്നലെ ചെന്നിത്തല പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെ പ്രവാഹത്തെ ഉണ്ണിത്താനും അടിവരയിട്ടുറപ്പിച്ചു. ഒന്നല്ല, നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വൈകൃതം കോൺഗ്രസിന്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും എതിരെയാണെന്നും ഉണ്ണിത്താൻ ഉറപ്പിച്ചു പറയുന്നു. ഈ പൊളിറ്റിക്കൽ പേവേർട്ടിനെ സംരക്ഷിച്ചാൽ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന കനത്ത നഷ്ടങ്ങളെക്കുറിച്ചും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തന്നെ സൈബറിടത്തിൽ ആക്രമിക്കുന്നവർ മറ്റു പാർട്ടിക്കാരൊന്നുമല്ല, സ്വന്തം പാർട്ടിയിലുള്ള കോൺഗ്രസുകാരാണെന്ന ഉത്തമ ബോധവും എംപിക്കുണ്ട്. മാങ്കൂട്ടത്തെ പിന്തുണച്ച പാർട്ടി പത്രം എഴുതിയ എഡിറ്റോറിയലിനെ പരമപുച്ഛത്തോടെ തള്ളിക്കളയണമെന്ന ആഹ്വാനമാണ് ഉണ്ണിത്താൻ നൽകുന്നത്. രാഷ്ട്രീയം ഉപജീവനമാക്കിയ ചിലർ കോൺഗ്രസിലുണ്ടെന്നും അവരുടെ പിന്തുണയാണ് രാഹുലിന് ലഭിക്കുന്നതെന്നും നേതൃത്വത്തെയും സൈബർ ടീമിനെയും ബന്ധിപ്പിച്ച് ഉണ്ണിത്താൻ പറയുമ്പോൾ വെളിപ്പെടുന്നത് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട ക്രൈം സിൻഡിക്കേറ്റിന്റെ സൂചനകളാണ്. മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ സംരക്ഷണവും നിലവിലെ പ്രസിഡന്റിന്റെ മൗനവുമെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ഹൈജാക്കിലേക്കാണ്. സൈബർ ടീമിന്റെ പണി കോൺഗ്രസിനെ നന്നാക്കലാണ്, നശിപ്പിക്കലല്ല എന്ന കർത്തവ്യബോധവും ഉണ്ണിത്താൻ ഓർമ്മിപ്പിക്കുമ്പോൾ കോൺഗ്രസിനെ മൂടിയിരിക്കുന്ന മാങ്കൂട്ടം ബാധയുടെ സൈബർ നെറ്റ്വർക്കിന്റെ വ്യാപ്തി വെളിപ്പെടുന്നു. സോളാർ കേസിൽ പാർട്ടി നേരിട്ട വിഴുപ്പിന്റെ ഭാണ്ഡം മുഴുവൻ താങ്ങിയ തന്നെ സൈബർ ഇടത്തിൽ പേവേർട്ടിന് വേണ്ടി ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ സകലതും വിളിച്ചു പറയുമെന്ന മുന്നറിയിപ്പാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുന്നത്. ഇത് മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ ബക്കറ്റിൽ പൗഡർ കലക്കി നിൽക്കുന്ന ഫാൻസിന് മാത്രമല്ല, ഇതിനെല്ലാം ഒളിവിൽ നിന്ന് ചരട് വലിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള അന്തിമ മുന്നറിയിപ്പാണ്.